ഇത് മാസ് മോട്ടോഴ്സിൽ തന്നെ ഹോണ്ട ആക്റ്റീവ 4G വണ്ടി പൊല്യൂഷൻ ഫെയിൽഡായിട്ട് നമ്മളതൊന്ന് അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് കൊണ്ടുപോയിട്ട് പൊല്യൂഷൻ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഹൈഡ്രോ കാർബണിൻ്റെ അളവ് വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. അപ്പോൾ പിന്നെ രണ്ടാമത് നമ്മൾ കൊണ്ടുവന്നിട്ട് അതിൻ്റെ എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. എയർ ഫിൽറ്റർ അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും നമുക്ക് മാറ്റിയിടണം കേട്ടോ. പ്ലഗിലും കരിയുണ്ട് ആവറേജ്. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. അത്യാവശ്യം കരിയുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് അതേപോലെ തന്നെ സ്ലോ ജെറ്റും ഈ ഫ്ലോട്ടിൻ്റെ വാൽവും കംപ്ലൈൻറ്റാണ്. സ്ലോ ജെറ്റ് ബ്ലോക്കാണ്. ഫ്ലോട്ട് വാൽവ് സൈഡിൻ്റെ ഫംഗസ് പിടിച്ചണ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലോട്ട് വാൽവും ഈ സ്ലോ ജെറ്റും മാറ്റിയിടുക. കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. അതിന് ശേഷം എയർ ഫിൽറ്റർ മാറ്റുക, പ്ലഗ് മാറ്റിയിടുക, എൻജിൻ ഓയിൽ മാറ്റുക. അത്രയും കേസാണ് നമുക്ക് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട്. കാരണം നമ്മൾ എത്ര നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല, അളവ് കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആയിക്കോളൂ കേട്ടോ. ഹെഡിൽ കരിയുണ്ട്, അത്യാവശ്യം കാർബൺ ഉണ്ട്. കാരണം പ്ലഗിനകത്ത് നോക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്കിത് ഈ രീതിയിൽ പാസ്സാക്കാൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പാസ്സായി കിട്ടേണ്ടതാണ്. നമ്മൾ ആ രീതിയിലൊന്ന് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും ഓയിൽ ചേഞ്ചിൻ്റെ ടൈമായിട്ടുണ്ട്. എയർ ഫിൽറ്റർ തീരെ ഒരുപാട് മോശമായിട്ടില്ല. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഇത്ര നിൽക്കണ സ്ഥിതിക്ക് അത് മാറ്റിയിട്ടിട്ട് വേണം നമുക്ക് പാസ്സാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ വിളിക്കാം. ഓക്കെ.